ഹലോ, അപ്പൊ നമ്മൾ കാലിക്കറ്റ് ഹാഫ് മാരത്തോൺ ഫിനിഷ് ചെയ്തു. നമ്മൾ കാലിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇപ്പൊ രാവിലത്തെ നമ്മുടെ ജിമ്മത്തെ കുറച്ച് ടീം കറക്റ്റ് ടൈമിൽ വെന്റിലെത്തി. 5:30 നമ്മൾ ഓട്ടം സ്റ്റാർട്ടായി. 21 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടുന്നത് ഹാഫ് മാരത്തോൺ. ഫസ്റ്റ് ടൈം നമ്മൾ ഇത്ര ഓടുന്നത്. ആദ്യത്തെ 10 കിലോമീറ്റർ കൂളായി ഓടി വർക്കൽ ബീച്ചിലെത്തി. പിന്നെ നമ്മൾ കാല് കാണിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് നടന്നു. നമ്മൾ കിഴക്ക് നാരങ്ങളും അതേപോലെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കിട്ടുന്നുണ്ട്. പജുമിന് നിൽക്കാതെ ഓടുന്നുണ്ട്. നമ്മൾ എച്ചായിട്ട് ചെയ്യാൻ പോയ വാക്കിങ്ങും റണ്ണിങ്ങും മിക്സ് ആയി ചെയ്തു. ഇത് കണ്ടുമ്പോൾ സമാധാനമായത്. ഇനി നമുക്ക് നേരെ പോയാൽ മതി. 15 കിലോമീറ്റർ ആയി, ഒരു 6 കിലോമീറ്റർ ബാക്കിയുണ്ട്. വീണ്ടും നാരങ്ങളും കിട്ടി. പിന്നെ മൻസൂറാക്കാൻ വെയിറ്റ് ചെയ്യാൻ ഓരോ പോർഷൻ ഓടി തിരിച്ച് വീണ്ടും വർക്കൽ ബീച്ചിലെത്തി. അപ്പൊ ഇനി 4 കിലോമീറ്റർ ബാക്കിയുള്ള പക്ഷെ നമ്മൾ കാല് നല്ല സീനായി. അപ്പൊ നമ്മൾ പുതിയത് ഓടാനായിട്ട് വാങ്ങിയ ഷൂ ആണ്. പക്ഷെ സൈസും ചെറുതായി പോയി. അങ്ങനെ വിരലും മടങ്ങി നിന്നിട്ട് നമ്മൾ വിരലും കൊളുത്തി പിടിച്ചു, കാഫും കൊളുത്തി പിടിച്ചു. ഓടാൻ കഴിയില്ല. പക്ഷെ നിർത്താൻ പോകണില്ല. ബാക്കി നമ്മൾ നടന്നു പോകും. നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് എത്തി. ഫിനിഷിംഗ് പോയിന്റ് നമുക്ക് മെഡലും കിട്ടി. അങ്ങനെ ഹാഫ് മാരത്തോൺ ഫിനിഷ് ചെയ്തു. സർട്ടിഫിക്കറ്റ് വാങ്ങി കഴിക്കാനും ഫുഡും കിട്ടി. 2 മണിക്കൂറും 54 മിനിറ്റ് എടുത്താണ് ഫിനിഷ് ചെയ്തത്. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ മിസ്റ്റേക്സ് പഠിക്കാൻ പറ്റി. നമ്മൾ ജിമ്മിൽ നിന്ന് എല്ലാവരും ഫിനിഷ് ചെയ്തു. പിന്നെ സ്ട്രെച്ചിങ് ചെയ്താൽ ഫുഡ് കഴിച്ചു. ഷഹലിനുണ്ട്. ഷഹൽ മൻസൂറാക്ക് കുറെ ടിപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ കുപ്പായ പോയി കുറച്ച് ഫോട്ടോസ് എടുത്തു. ബാക്കി ഫോട്ടോസ് എടുത്താൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ വിനീന്റെ മാമന്റെ വീട്ടിൽ പോയി. അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമ്മൾ പൊറോട്ട ചിക്കൻ കഴിച്ചു. ഫുഡ് കഴിച്ചപ്പോൾ എല്ലാവരും ഹാപ്പി ആയത്. പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തന്നു. സോ ഹലോ എവരിവൺ, ഹാഫ് മാരത്തോൺ കംപ്ലീറ്റ് ചെയ്തു. 21 കിലോമീറ്റേഴ്സ് നമ്മൾ റൺ ചെയ്തു. മാരത്തോണ് നമുക്ക് അധികം പ്രാക്ടീസ് ഒന്നും ഇല്ല. പ്രാക്ടീസ് ഇല്ലാതെ ചെയ്ത സംഭവമാണ്. എല്ലാത്തിലും എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് നമുക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമല്ല. ചെയ്ത് കണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. നമ്മുടെ ഈ ബോഡി ബിൽഡേഴ്സിനെ കണ്ടാൽ കുറെ പേര് പല സംഭവമാണ്. അവർക്ക് വെയിറ്റ് മാത്രം എടുക്കാൻ കഴിയുള്ളൂ. കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ഓരോ കഥ കഴിഞ്ഞു, വേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ചിന്താഗതി തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അത് തെളിയിക്കണം. 21 കിലോമീറ്റേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഫിനിഷ് ചെയ്യാൻ നമ്മളെടുത്ത ടൈം ആണെങ്കിൽ 2 hours 54 minutes ആണ്. ടൈം എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും പുതിയ ഷൂ വാങ്ങിനി. ആ ഷൂ കുറച്ച് ടൈറ്റ് ആയിരുന്നു. 10 കിലോമീറ്റേഴ്സ് നമ്മൾ ഷൂവായിട്ട് ഓടി. 10 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പം നമ്മളെ വിരലിങ്ങനെ മടങ്ങാൻ തുടങ്ങി. വിരൽ മടങ്ങിയിട്ട് കൊളുത്തി പിടിച്ച് നേരെ കാഫുമൊക്കെ എത്തി. നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അപ്പം കൊളുത്തി പിടിക്കും. ബാക്കി കുഴപ്പമില്ലായിരുന്നു. 18 കിലോമീറ്റേഴ്സ് അങ്ങനെയൊക്കെയോ റൺ ചെയ്തു. ബാക്കിയുള്ള ഫുള്ള് നമ്മൾ വാക്ക് ചെയ്തിരിക്കണം. കാരണം വാക്ക് ചെയ്തിരിക്കാൻ കുറേ ടൈം എടുത്തു. അല്ലെങ്കിൽ മാക്സിമം പോയി 2.5 hours തീരുന്ന സംഭവം 3 hours അടുത്ത് എത്തി. എന്തായാലും ഫിനിഷ് ചെയ്തു. നമ്മൾ കാല് കുറച്ച് പിടിച്ച് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പോലെ ഫിനിഷ് ചെയ്തു. ദാറ്റ്സ് വാട്ട് എവരിവൺ ഷുഡ് ഡു. നമ്മൾ ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല, മാക്സിമം ചെയ്യാം. പിന്നെ കുഴപ്പമുണ്ടാവും, ബാക്കുണ്ടോ, ചുവന്തലുണ്ടോ, റണ്ണിങ് സമയത്ത് ഇങ്ങനെ കൈ വരുത്തിയിട്ട് ആ സംഭവമാണിത്. കാല് നല്ല വേദന ഉണ്ട്. ചേട്ടാ മുട്ട് നല്ല വേദന ഉണ്ട്. ഇവിടെ പെയിനാണ്. അപ്പോൾ കാല് നല്ല രീതിയിൽ ഓടേക്കണേ. ഫ്ലെക്സിങ് നല്ല അടിപൊളിയും കാണുന്നുണ്ട്. 21 കിലോമീറ്റേഴ്സ് ആണ് ഏകദേശം നമ്മൾ മഞ്ചേരി നിലമ്പൂർ പോകുന്ന ഡിസ്റ്റൻസ്. ദിസ് ഈസ് മാരത്തോൺ എഫക്ട്. ഇന്നത്തെ ബോഡി കണ്ടീഷൻ കാണിച്ചു തരാം. ഒന്ന് പോസ് ചെയ്തൊക്കെ നമുക്ക് വലിയ ബോഡി ചെയ്യാൻ നമുക്ക് മസിൽ ലോസ് ഒന്നും പോകുന്നില്ല. നല്ലതാണ്. നമുക്ക് ആ കാർഡിയോ വാസ്കുലാർ നമ്മുടെ കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ആണ്. അത്രക്കുള്ളൂ. വി ഡിഡ് കംപ്ലീറ്റഡ് എ ഹാഫ് മാരത്തോൺ. ഇറ്റ്സ് സംതിങ് വി ക്യാൻ ബി പ്രൗഡ് ഓഫ്. അത്രക്കുള്ളൂ. ഓക്കെ, ബൈ.